friends, welcome back to Alpha's Flavors. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ ചുക്കയാണ്. നമുക്ക് എങ്ങനെ അത് ഉണ്ടാക്കാമെന്ന് നോക്കാം. ബട്ട് വീഡിയോന് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ ആൻഡ് പ്ലീസ് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് മറക്കാതെ ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. നമ്മുടെ റെസിപ്പി തയ്യാറാക്കാനായി ഒരു കടായിലോട്ട് നമുക്ക് കുറച്ച് ചുക്കയ്ക്ക് എപ്പോഴും കുറച്ച് എക്സ്ട്രാ നമ്മൾ ഓയിൽ ഒഴിക്കണം, അതാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഏത് ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഞാൻ 1 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ ഉലുവയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാനിവിടെ 2 പച്ചമുളക് നീളത്തിൽ കീറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസൃതം നിങ്ങൾക്ക് മാറ്റം വരുത്തിക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു 1 ടേബിൾ സ്പൂൺ, അതായത് ടേബിൾ സ്പൂൺ ഫുൾ ഹീപ്ഡ് സ്പൂൺ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഉള്ളി ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്നൊരു ട്രാൻസ്പെറൻറ്റ് സ്റ്റേജ് ആവുമ്പോൾ നമ്മൾ ഇതിലോട്ട് നമ്മുടെ മസാലപ്പൊടിയിലിട്ട് കൊടുക്കാം. ആദ്യം ഞാൻ ഇട്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 kg ചിക്കനാണ്. ചിക്കൻ ഇട്ടതും അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട ശേഷം ഈ മസാലയും ചിക്കനും നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പം തന്നെ വെള്ളം ഒഴിക്കരുത്, ചിക്കനിന് കുറച്ച് വെള്ളം വരും. അപ്പോൾ ആ വെള്ളത്തിൽ ചിക്കൻ കുറച്ച് വെന്ത ശേഷം മാത്രമാണ് നമ്മൾ ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ്സ് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു സ്റ്റേജ് ആയല്ലോ, ചിക്കനിന് കുറച്ച് വെള്ളമൊക്കെ വന്നിട്ട് മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ കൂട്ടായിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ 200 ml ഹോട്ട് വാട്ടർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചുടുവെള്ളം തന്നെ ഒഴിക്കണം. നമുക്ക് ഒരുപാട് വെള്ളം ആവശ്യമില്ല, അത് ചുക്കയല്ലേ. അപ്പോൾ ഒരു അത്യാവശ്യം ഗ്രേവിക്കുള്ള വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം ഒഴിച്ച ശേഷം നമുക്ക് ഒരു 10 to 15 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ ഇത് ക്ലോസ് ചെയ്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ തക്കാളി ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. തക്കാളി ഒരു ചെറിയൊരു തക്കാളിയാണ് ഇട്ടിട്ടുള്ളത്, ബിഗ് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തത്. തക്കാളി ഒരുപാട് വഴറ്റണ്ട, ജസ്റ്റ് ഒന്ന് തക്കാളി വാടി തുടങ്ങുമ്പോൾ നമ്മുടെ കറക്റ്റ് പാകാവും. അപ്പോഴാകുമ്പോൾ നമുക്ക് തക്കാളി ഇങ്ങനെ ഈ ചിക്കൻ കഴിക്കുമ്പോൾ തക്കാളി കൂടെ കഴിക്കാൻ പറ്റും. നിങ്ങൾക്ക് കാണുന്നില്ല ആ റെഡ് കളർ, അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ തക്കാളി ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ ചുക്ക. വെരി ഈസിയാണ് ഉണ്ടാക്കാൻ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ വെരി ടേസ്റ്റിയാണ്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഒരു ഡിഫറെൻറ്റ് ഫ്ലേവർ കൂടിയാണ് ഇതിന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായല്ലോ. നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ബ്ലെസ്ഡ്.